ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നവാബി ഷമായി എന്നാണ് ഇതിൻ്റെ പേര്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. അപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ് എടുത്തേക്കുന്നത്. ഞാൻ എടുത്തത് വറുത്ത വെർമിസെല്ലിയാണ് കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമ്മളിത് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. ഞാൻ ചേർത്ത് കൊടുത്തത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുമാണ്. അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളും ആ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പാലിന് കുറച്ചുകൂടി കട്ടി കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മളിതൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 2 to 3 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ കൈവിടാതെ മിക്സ് ചെയ്തെടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കിതുപോലൊരു ടെക്സ്ചർ കിട്ടും. ഈ ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിതുപോലൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന വെർമിസെല്ലിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ക്രീം എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കി വരുന്ന വെർമിസെല്ലിയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ബദാമോ പിസ്തയൊക്കെ കൊണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നവാബി ഷമായിയുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റുമാണ്. ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഒരുപാട് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.